മകളെ അവനിൽ നിന്നും രക്ഷിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്തുണ്ട് വഴി എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അവൻ തന്നെ എൻ്റെ അടുത്ത് വന്നു, ഈ നീൽ മഹേഷ്. ജാതകം കണ്ടപ്പോൾ മറ്റൊരു വഴി ഇനി വേണ്ടല്ലോ എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ പറഞ്ഞ പുതിയ തലമുറയിൽ ആരും വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവനോട് മറ്റൊരു വിധത്തിൽ പറഞ്ഞു കൊടുത്തു. രണ്ടാം വിവാഹമേ ശാശ്വതമാകൂ. ഒന്ന് കെട്ടിപ്പിരിഞ്ഞാലേ സിനിമയുടെ പടവുകൾ ചവിട്ടിക്കയറാൻ പാകത്തിൽ അവന്റെ വഴി തെളിഞ്ഞു വരൂ എന്ന്. അങ്ങനെ പറഞ്ഞപ്പോ അവനത് വിശ്വസിച്ചു. അവന് കരിയറാ വലുത്. കരിയറിന് വേണ്ടി അവൻ എന്തും ത്യജിക്കും, എന്തും ചെയ്യും. രണ്ടാം കെട്ടിലെ ഭാര്യയായി വരാൻ സ്വന്തം കാമുകിയെ ഒരുക്കി നിർത്തി അവൻ തന്റെ മകളെ കെട്ടുന്നെങ്കിൽ അത് ബലി കൊടുക്കാൻ വേണ്ടിയാ. സമ്മതിക്കരുത്. സമ്മതിച്ചാ ദുഃഖിക്കേണ്ടി വരും ഒരുപാട്. ഈശ്വര, അറിഞ്ഞത് നന്നായി. അല്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ ജീവിതം തകർന്നനെ. നീൽ മഹേഷിന്റെ വീട്ടുകാരോട് ജാതകത്തിൽ ഈ ദോഷമൊന്നും പറയണ്ട. മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞൊഴിയ. അതാ നല്ലത്. അവരോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞോളാം. പക്ഷെ എന്റെ മോളോട് എന്ത് പറയുന്നോ ഞാൻ ആലോചിക്കുന്നു. അസ്ഥി പിടിച്ച പോലെ അവൾക്ക്. അവനെന്ന് പറഞ്ഞ അവക്ക് ജീവനാ. മോളോട് സത്യം പറയണം. തന്റെ മകളല്ലേ, വിശ്വസിക്കും. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. മനഃപൂർവ്വം അച്ഛൻ നുണ പറയുന്നതാ. എന്തിന് ഞാൻ നിന്നോട് നുണ പറയണം? നാരായൺജി പറഞ്ഞതൊന്നും ഇതുവരെ എന്റെ ജീവിതത്തിൽ തെറ്റിയിട്ടില്ല. ദിവ്യശക്തിയുള്ള ആളാ അദ്ദേഹം. ഇങ്ങനെയൊക്കെ പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്നാലും സാരമില്ല, പിരിഞ്ഞു കഴിഞ്ഞോളാം ഞാൻ. എന്ത് വിഡിത്താ മോളെ നീ പറയുന്നത്? പിരിഞ്ഞു കഴിയാനാണെങ്കിൽ പിന്നെ നീ എന്തിനാ അവനെ കെട്ടുന്നത്? നോക്ക്, നിനക്ക് ദോഷം വരുന്നതൊന്നും ഞങ്ങൾ പറയില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? മോളെ, ഞാൻ അവന്റെ വീട്ടിൽ പോയത് ജാതകം മേടിക്കാനും മുഹൂർത്തം കുറിപ്പിക്കാനുമാണ്. ആ നാരായൺജി അടുത്ത് എപ്പോഴും തിരക്കാം. എന്നാലും ഞാൻ കാത്തുനിന്ന് കണ്ടത് ദൈവഭാഗ്യം, നിന്റെ സുഹൃതം. അതുകൊണ്ടല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയിപ്പൊ കൂടുതൽ ഒന്നും ആലോചിക്കാനില്ല. നമുക്കിത് വേണ്ടാന്ന് വെക്കാം. നീലിനെ എനിക്ക് മറക്കാൻ പറ്റില്ലമ്മ. അമ്മ എന്റെ മനസ്സ് മനസ്സിലാക്കാത്ത എന്താ? മോളെ, ഇപ്പൊ കുറച്ച് പ്രയാസമൊക്കെ തോന്നും. അത് ഈ പ്രേമത്തിന്റെ ഒരു സ്വഭാവ. പക്ഷേ പിന്നെ നന്നായി നിനക്ക് തന്നെ തോന്നും. നീ ഒന്ന് ആലോചിച്ച് നോക്കേ. ആ വേദയ്ക്ക് വേണ്ടി നിന്റെ മുഖത്ത് ആഞ്ഞടിച്ചവനല്ലേ നീല്. അങ്ങനെയുള്ള അവൻ ഇത്രയും പെട്ടെന്ന് മലക്കം മറിയാന്ന് പറഞ്ഞാൽ അതിന് ഒരു കാരണമില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണമുണ്ട്. ഈ ജാതകമാണ് അതിന് കാരണം. ഞാനാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്ന വിവരം കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞു. ഇനി അത് നടന്നില്ല എന്ന് വെച്ചാ അവരുടെ മുന്നേ ഞാൻ നാണം കെടില്ലേ? ആ നാണക്കേട് നീ സഹിക്കണം. അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ നാണക്കേട് നിനക്ക് സഹിക്കേണ്ടി വരും. ഞങ്ങൾ നിന്റെ നന്മയെ കരുതിയാ പറയുന്നത്. ഇക്കാര്യത്തിൽ നീ ഞങ്ങളെ അനുസരിക്കണം. പരിഹാരമൊന്നുമില്ലേ? ജ്യോതിഷത്തിൽ ഇതിന് ഒരു പരിഹാരവും ഇല്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. കല്യാണം ഒന്നും കഴിക്കാതെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാം, ലിവിങ് ടുഗദർ. അതാവുമ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ. എടി മണ്ടി, കല്യാണം എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങല്ല. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണെന്ന് നാട്ടുകാരെ വിളിച്ചുകൂട്ടി ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറയുന്ന പവിത്രമായ ചടങ്ങാണ്. ഇനി കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നമ്മളിത് ഒഴിയുന്നു. തീരുമാനിക്കാൻ വരട്ടെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചോ. പക്ഷെ തീരുമാനം അതെന്റേതായിരിക്കും. അതെ, നീ ഇതിലൊന്നും ഇനി പറയാൻ നിൽക്കണ്ട.
എനിക്ക് തോന്നുന്നത് ജാതകം ചേർന്ന് കാണൂലെന്നാ. അത് പറയാനുള്ള മടി കൊണ്ടായിരിക്കും അവർ വേദയുടെ കാര്യം പറഞ്ഞൊഴിഞ്ഞത്. പോയത് നന്നായെന്ന എന്റെ അഭിപ്രായം. അല്ലെങ്കിലും എനിക്ക് ആ ബന്ധം ഇഷ്ടമല്ലായിരുന്നു. ആ പെണ്ണും കൊള്ളാം, അവളുടെ അച്ഛനും കൊള്ളാം. നമ്മൾ വല്ലരും ആയിരുന്നെങ്കിൽ ആ ജാതകം ചോദിച്ചുകൊണ്ട് ഉളുപ്പില്ലാണ്ട് ഇവിടെ കയറി വരുമോ? നിലവാരമില്ലാത്ത കൂട്ടരാ. എന്തായാലും അത് നടന്നില്ലല്ലോ. പക്ഷെ ഇനിയാ കൂടുതൽ പ്രശ്നം. ഇനി മറ്റൊരു പെൺകുട്ടിയെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതിനൊരു പ്രയാസം ഉണ്ടാവില്ല. നീലിന് നല്ല മിടുക്കത്തെ കുട്ടികളുടെ ആലോചന വരും. ഏതായാലും നീ അത് അവനോടൊന്ന് സംസാരിക്കണം. ഇനി വൈകിക്കണ്ട. ദേവയല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി. കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ജോലി നമ്മൾ ഏറ്റെടുത്തോളാന്ന് പറ. അതിനു മുൻപ് വേദയായിട്ടൊന്ന് സംസാരിച്ചാലോന്ന് എനിക്ക്. അവൻ അവളെയും അവൾ അവനെയും മോഹിച്ചതല്ലേ. ചെറിയ വല്ല പ്രശ്നമാണെങ്കിൽ നമ്മൾ ഇടപെട്ടാ തീരുമായിരിക്കും. അതൊന്നും വേണ്ട. വേദയുടെ അച്ഛനെ ഞങ്ങളെ അറിയാലോ. ഇനി അതിന്റെ പേരിൽ പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട. ശരിയാ. അവനതിഷ്ടമായില്ലെങ്കിൽ പിന്നെ അത് മതി. വിധി പോലെ വരട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവന് വേണ്ടി ദൈവം കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് എവിടെയോ ഉണ്ട്. സമയാകുമ്പോ ഈ വീടിന്റെ വാതിലും തുറന്ന് അവളെ കയറി വരും. അതെ, അതുവരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. പക്ഷേ അതധികം വൈകാതെ വേണം. അവൻ കല്യാണം കഴിഞ്ഞ് കാണാൻ എനിക്ക് തിടുക്കമായി. എനിക്കും. നിനക്ക് 100 ആയുസാ. നിന്നെക്കുറിച്ച് ഞാനിപ്പോ ഓർത്തേ ഉള്ളൂ. തറ തുടയ്ക്കാൻ തുടങ്ങിയപ്പോഴല്ലേ ഓർത്തത്? ഒന്ന് പോടി. എന്നെ കുറിച്ച് നീ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഞാനാ ടൈപ്പൊന്നുമല്ല. അതെനിക്കറിയാലോ അമ്മായി. ഇങ്ങത്താ, ഞാൻ ചെയ്തോളാം. വേണ്ട, നീ അടുക്കളയിലോട്ട് ചെല്ല്. എവിടെ രാഹുലേട്ടൻ? അവൻ മുറിയിലുണ്ട്. ഏത് നേരം നോക്കിയാലും കമ്പ്യൂട്ടറിന്റെ മുന്നിലാ. ഏട്ടൻ പിന്നെ എന്ത് ചെയ്യാനാ? അതും ശരിയാ. ഹലോ മിസ്റ്റർ ഗുണ്ടൂസ്, എന്താണ് വിശേഷമൊക്കെ? ഞാൻ ചിലതൊക്കെ അറിഞ്ഞല്ലോ. എന്ത്? ദേവ എന്നെ വിളിച്ചായിരുന്നു. ആ നീൽ മഹേഷിന്റെ മനസ്സില് നീയാണെന്നാണല്ലോ അവള് പറഞ്ഞത്. ശരിയാണോ? എനിക്ക് തോന്നുന്നില്ല. ആ, എന്നെ ഇഷ്ടപ്പെടാനും മാത്രം വിട്ടിയൊന്നും അല്ല നീ. അതിന് നിനക്ക് എന്താടി ഒരു കുറവ്? ഈ തടി. ആ, അത് കുറവല്ലല്ലോ, കൂടുതലല്ലേ? പോ അങ്ങോട്ട് കളിയാക്കണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാടി. അതെ, ഇന്നത്തെ കാലത്ത് ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിക്ക് വേണ്ട ഏറ്റവും വലിയ യോഗ്യത സ്നേഹിക്കാനുള്ളൊരു മനസ്സാണെന്നാ എന്റെ പക്ഷം. അതേതായാലും നിനക്കുണ്ട്. ദേ, നിനക്കേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വെറും അഭിനയമല്ലേ. നീ പിന്നെ ഒറിജിനലാ, നാച്ചുറൽ. അങ്ങനെയുള്ള ആളെ ആരും ഇഷ്ടപ്പെടും. ഇതൊന്നും അല്ല. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു സംഗതി ഉണ്ട്, എന്തോ ഒരു രഹസ്യം. അതെനിക്കും തോന്നിയിരുന്നു. അവളെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ല, എന്നെ വിളിച്ച് പറയില്ലേ? സൂക്ഷിച്ചോ, കാഞ്ഞ ബുദ്ധിയാ. അവളൊരു പണി തന്നാ മരിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവും. അതാ എന്റെയും പേടി. അവള് കളിക്കുമ്പോൾ നമ്മളും കളിക്കണം എന്ന് വെച്ചാ അവള് കൊണ്ടുവരുന്ന ഗെയിം പൊളിക്കണമെന്നർത്ഥം. മനസ്സിലായില്ല. നിന്നെ നീൽ മഹേഷ് ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ അവളിപ്പോ പറയുന്നത്. അത് സത്യമാണോ എന്ന് നീ അന്വേഷിക്കണം. നീൽ മഹേഷിനോട് അക്കാര്യം നേരിട്ടങ്ങ് ചോദിക്കണം. അയ്യോ, അതൊന്നും പറ്റില്ല. ചോദിക്കില്ല എന്ന് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്. സത്യോ? നിനക്ക് വട്ടുണ്ടോ? എടി, സത്യമൊക്കെ അവിടെ കിടക്കും. നീ നീലിനെ കാണും, സംസാരിക്കും. അത് വേണ്ട. മുത്തശ്ശിയുടെ പേരിലാണ് ഞാൻ സത്യം ചെയ്തിരിക്കുന്നത്. അത് തെറ്റിച്ചാ മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റും. ഇങ്ങനൊരു മണ്ടി. എടി, വിശുദ്ധ ഗ്രന്ഥങ്ങളെ പിടിച്ച് സത്യം ഇട്ടവർ വരെ അത് തെറ്റിക്കുന്നു. എന്നിട്ട് അവർക്കാർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അപ്പോഴാ നിന്റെ ഒരു ഉണക്ക സത്യം. എടി, നീലിനെ കാണേണ്ട അത്യാവശ്യം ആയതുകൊണ്ടാ അങ്ങനെ ചെയ്യണം നിന്നോട് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു കളിയുടെ ഭാഗമാവും. അവളങ്ങനെ ആക്കും. അത് സംഭവിക്കാൻ പാടില്ല. നിനക്കിനി ടെൻഷനുണ്ടോ നീലിനെ കാണാൻ?
പിന്നെ ഇല്ലാതിരിക്കോ? ചോദിക്കാൻ പോകുന്ന കാര്യം അതുപോലത്തെ കാര്യമല്ലേ. എങ്ങനെയാ ഞാൻ നീലിനോട്? ആ ഒന്നും ഇപ്പൊ നീ ഓർക്കണ്ട. നീ ധൈര്യമായിട്ട് ഇന്ന് ചോദിക്കും, അല്ലെങ്കിൽ അപകടം. ചിലപ്പോ അയാൾ ഇക്കാര്യം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നീ അയാളോട് ഇതേപ്പറ്റി പറയുന്നതോടെ ദേവയുടെ സൂത്രം പൊളിയും. നമുക്ക് വേണ്ടതും അതാ. ദേ ഇനി വൈകണ്ട, ഇന്ന് തന്നെ കാണണം കേട്ടോ. എന്തൊരു പിള്ളേ ബാംഗ്ലൂരിൽ മടുത്താ? എന്തൊരു പോയതുപോലെ പോകുന്നത്? നീരിളക്കം പിടിച്ച എന്തിനാ എന്തോ? നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അവധിയൊന്നും ഇല്ലെന്നാണല്ലോ മിനിഞ്ഞാന്ന് വിളിച്ചപ്പോഴും പറഞ്ഞത്. അത് മെനഞ്ഞാന്ന്, ഇപ്പൊ അങ്ങനെയല്ല. എന്തു പറ്റി മോളെ? പെട്ടെന്ന് എന്താ നീ പോകുന്നത്? നീലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആച്ചാ. ഫേസ്ബുക്ക് അടക്കം എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല. എന്തു പ്രശ്നം? നീല് വല്ല വർക്കിലും ആയിരിക്കും. എന്ത് വർക്കാണെങ്കിലും എന്നോട് പറയാതെ അങ്ങനെ ചെയ്യില്ല. എനിക്ക് നീലിനെ കാണണം. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് അച്ഛനല്ല തീരുമാനിക്കേണ്ടത്. പിന്നെ ആരടി? നീയാണോ? ദേ എല്ലാ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങിയതാ. വീണ്ടും പൊടിതട്ടി എടുത്തോണ്ടല്ലോ. എന്തൊതുങ്ങിന്ന്? നീലിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ ഞാൻ. നീലിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അത് ന്യായാണ് കേട്ടാ. ബന്ധം വന്നാ പിന്നെ അവകാശങ്ങളാ. അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? അതെ, ഒന്നും സംഭവിച്ചില്ല. എനിക്ക് നീലിനെ കാണണം. കണ്ടാലേ സമാധാനമാവും. നിക്ക്. വേണ്ട, നീ കാണണ്ട. അതെന്താ ഇപ്പൊ അങ്ങനെ പറയുന്നത്? അതൊന്നും നീ അറിയണ്ട. മര്യാദയ്ക്ക് പഠിക്കാൻ വേണ്ടിയല്ലേ നിന്നെ ബാംഗ്ലൂർക്ക് അയച്ചത്. അവിടെ നിന്ന് കെട്ടും കെട്ടി പോരാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഓ അത് ശരി. അപ്പൊ എല്ലാവരും നാടകമായിരുന്നല്ലേ എന്നെ ഇവിടുന്ന് അകറ്റാനുള്ള സൂത്രം? അതെ, അങ്ങനെ തന്നെയായിരുന്നു. സൂത്രം പറഞ്ഞു തന്നത് വേറെ ആരുമല്ല, മറ്റെന്തിനേക്കാളും ഉയരത്തിൽ നീ കൊണ്ടു നടക്കുന്ന അവനില്ലേ, നിന്റെ നീല്. അവൻ തന്നെയാ. അതേടി, അവന് നിന്നെ വേണ്ട. അവൻ വേറെ കെട്ടാൻ പോവാ. അറിഞ്ഞാ നീ വല്ല അബദ്ധവും കാണിച്ചാലൊന്ന് പേടിച്ചിട്ടാ നിന്നെ അവൻ ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞത്. വേറെ കെട്ടാനോ? എന്നെ ഒഴിവാക്കിട്ടോ? അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്റെ സമ്മതം അവന് വേണ്ട. ദേ അവനായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം പറയുമ്പോ അതൊരു നല്ല കാര്യമായിട്ട് കണ്ട് എല്ലാം മറന്നൊഴിയുന്നതാ നിനക്ക് നല്ലത്. അല്ലാതെ ഉപേക്ഷിക്കുന്നവന്റെ പിന്നാലെ യാചനയും കൊണ്ട് ചെന്നാലുണ്ടല്ലോ, നാണക്കേടാ. അതിന് ഇവിടെ പോയിട്ട് വേണ്ടേ? ഞാൻ പോകും. നീലിനെ കാണുകയും ചെയ്യും. തടയാൻ വന്ന പിന്നെ എന്നെ ജീവനോടെ കാണില്ല ആരും. മോളെ അറിയാലോ എന്നെ. പറഞ്ഞതാ. ആരും എന്നെ തടയണ്ട. എടി, അവന് നിന്നെ വേണ്ട, അതുകൊണ്ടാ. അതൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട. അപ്പൊ ഞങ്ങൾ നുണ പറയുന്നു എന്നാണോ നീ പറയുന്നത്? ആര് നുണ പറഞ്ഞാലും ഇല്ലെങ്കിലും എന്റെയും നീലിന്റെയും ഭാവി തീരുമാനിക്കുന്നത് ഞങ്ങൾ തമ്മിലാ. ഞങ്ങൾ തമ്മിൽ മാത്രം. ഞാൻ നീലിനെ ഒന്ന് കാണട്ടെ, ബാക്കി ഞാൻ നീലിനോട് പറഞ്ഞോളാം. നിന്നോടല്ല ചാടി കയറി അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞത്. എന്തെങ്കിലും നുണ പറഞ്ഞ് നമുക്കിത് ഒതുക്കാമായിരുന്നു. എങ്ങനെ ഒതുക്കാൻ പറ്റുന്ന അച്ഛനീ പറയുന്നത്? പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കുക. പോയി കാണട്ടെ. അവന്റെ നാവിൽ നിന്ന് കേട്ട് കഴിയുമ്പോ തൃപ്തി ആയിക്കോളും. അവള് അബദ്ധമൊന്നും കാണിക്കാതിരുന്നാ മതിയായിരുന്നു. അങ്ങനെ ഒന്നും ചെയ്യില്ല. നീ ധൈര്യമായിട്ടിരിക്കുക.
അല്ല നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ചേച്ചി ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഇവളിനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വേണം. എന്റെ വല്യമ്മേ. ഗൗരി, സത്യം പറയാലോ, ഇക്കാര്യം ഞാൻ ഓർത്തതേ ഉള്ളൂ. എന്ത്? ഇപ്പോഴത്തെ അവസ്ഥയില് നീലിന് അതൊരു ആശ്വാസമായിരിക്കും. എങ്ങനെയുണ്ട് ഗൗരി നിന്റെ ബിസിനസ്? അങ്ങനെ പോകുന്നു വല്യമ്മേ. നഷ്ടമില്ല, ലാഭമില്ല. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 1-2 വർഷം കഴിയണം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ. എന്റെ ചേച്ചിയല്ലേ, ഇവൾ ഉറപ്പായിട്ടും കലക്കും. പോടാ അവിടുന്ന്. നീലെവിടെ? മുറിയിലുണ്ട്. വാടാ. ഏയ് നീൽ. വന്നോ? ആ എന്റെയും കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ലടാ. ലൈഫ് എന്ന് പറഞ്ഞാ ഇങ്ങനെയൊക്കെ തന്നെയാ. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നും നടക്കില്ല. എന്നാലോ ചില നേരത്ത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് പലതും വരികയും ചെയ്യും. ആരാ എന്നെ ചതിച്ചത്? നീയോ അതോ നീലോ? ഞാനും അല്ല നീലും അല്ല. ചതിച്ചത് സ്വാതിയ. നീലിന്റെ മനസ്സിലിപ്പ സ്വാതിയ. മണ്ടത്തരം പറയല്ലേ. നീലിനെ എനിക്കറിയാവുന്നത് പോലെ നിനക്കറിയില്ല. ഇത് എല്ലാ പെണ്ണുങ്ങളും പറയുന്ന വാചകോ. പക്ഷേ സത്യം അതല്ലെന്ന് ആലോചിച്ചു നോക്കിയാൽ നിനക്ക് പോലും മനസ്സിലാകും. നീലിന്റെ മനസ്സ് നീലിന് മാത്രമേ അറിയൂ. നിന്നെ ബോധപൂർവ്വം ഒഴിവാക്കി എന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്നു. ഞാനതിന് തയ്യാറായപ്പോ സ്വാതിയുടെ പേര് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവായി. ഒന്നുകിൽ അയാൾക്ക് മുഴുവട്ട്, അല്ലെങ്കിൽ അയാൾ മറ്റെന്തിനോ വേണ്ടി തയ്യാറെടുക്കുകയാണ്. നീലിന്റെ മനസ്സിൽ ഒരിക്കലും സ്വാതി ഉണ്ടാവില്ല. അവര് തമ്മിൽ ഒരു ചേർച്ചയില്ല. അത് ഞാനും ആലോചിച്ചതാ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം. ജ്യോതിഷിയുടെ ഉപദേശമായിരിക്കും അതിന് കാരണം. കരിയറാ നീലിന് വലുത്. വലിയ നടനാവണമെന്നുള്ള ആഗ്രഹം നടക്കണമെങ്കിൽ സ്വാതിയെ കെട്ടണമെന്ന് ജ്യോതിഷി പറഞ്ഞു കാണും. ഒരിക്കലുമില്ല. അതൊന്നും എനിക്കറിയില്ല. എന്നെ വീണ്ടും പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോ ഞാൻ അങ്ങ് ഒഴിഞ്ഞു. ഒന്ന് നിന്നെ ഓർത്ത്, 2 സ്വാതിയെ ഓർത്ത്. പിന്നെ നീലിന്റെ മനസ്സിൽ മാത്രമല്ല ആ മോഹം ഉള്ളത്, സ്വാതിയുടെ മനസ്സിലും ഉണ്ട്. അവളെ ഭയങ്കര മന്ത്രവാദമൊക്കെ ഉള്ള പാർട്ടിയാ. ഇനി ആ രീതിയിൽ അവള് വല്ല കൈക്രിയം ചെയ്തോന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നത് അധികം വൈകാതെ അവര് തമ്മിലുള്ള കല്യാണം നടക്കുന്ന. ഒരിക്കലുമില്ല. ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണ്ട. നീലിനെ വിശ്വസിച്ച് ബാംഗ്ലൂർ വീണ്ടും പഠിക്കാൻ പോയ മണ്ടിയല്ലേ നീ. നിന്നെ പോലുള്ളവര് അനുഭവം വരുമ്പോഴേ പഠിക്കൂ. ദേ, നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് എന്നെ ദേവി ഇത് ഒഴിവാക്കിയേക്ക്. ഇപ്പൊ നിന്റെ ശത്രു ഞാനല്ല, സ്വാതിയാ. ഗുണ്ടുമണി സ്വാതി. നീ ഇനി അതൊന്നും ഓർക്കണ്ട. നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നീലിനും മനസ്സിലായി, പേദയ്ക്ക് മനസ്സിലായി. അത് മതി. ബാക്കിയൊന്നും നിന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. എന്നാലും എന്തിനായിരിക്കും ദേവപ്രിയ അങ്ങനെയൊക്കെ പറഞ്ഞത്? അതാ എനിക്ക് മനസ്സിലാവാത്തെ. എന്തെങ്കിലും ലക്ഷ്യമില്ലാതെ അവൾ അങ്ങനെ പറയില്ല എന്ന് 100% ഉറപ്പാ. അതെന്തായിരിക്കും? അവളോട് ചോദിച്ചാ അത് പറയാൻ അവള് തയ്യാറല്ല. പിന്നെന്ത് ചെയ്യും? വരുന്ന പോലെ വരട്ടെ. അവക്ക് ചെയ്യാൻ പറ്റുന്ന അവള് ചെയ്യട്ടെ. നമുക്കപ്പോ നോക്കാം. ഏതായാലും നീലും വേദയും സത്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ദേവ എന്താഗ്രഹിച്ചാലും അത് നടക്കാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കുന്നതിൽ ഒരർത്ഥമില്ല. നീ അതങ്ങ് വിട്ടുകള. എന്നിട്ട് ഇതങ്ങ് വാങ്ങിക്കും. എന്താ ഇത്? മൊബൈല്. നിനക്ക് മാത്രമാണ് ഇതില്ലായിരുന്നത്. ഇത് നിനക്ക് എന്റെ വകയൊരു സമ്മാനം. അമ്മായി അറിയണ്ട. എനിക്ക് വേണ്ടി ഇത്രയും രൂപ ചെലവാക്കിയെന്നറിഞ്ഞാ കൊല്ലും അമ്മായി. ഒന്നുമില്ല എടി, ഞാൻ പണിയെടുത്തുണ്ടാക്കി സ്വന്തം കാശുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അതുകൊണ്ട് ആരും ഇതിന് കണക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? എനിക്കാരെയും വിളിക്കാനില്ല, എന്നെയും ആരും വിളിക്കാനില്ല. പിന്നെന്തിനാ? എടി, ഈ മൊബൈല് കൈ കിട്ടുന്നവരെ സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാ നീ ഇപ്പൊ ചോദിച്ചത്. ഒന്ന് ഉപയോഗിച്ച് തുടങ്ങട്ടെ, അപ്പൊ അറിയാം. അല്ല, ഇനി നിനക്ക് വേറെ ആരില്ലെങ്കിലും ഞാനില്ലേ? നിനക്ക് എന്നെ വിളിക്കാം, ഞാൻ നിന്നെയും വിളിച്ചോളാം.
ആ നമുക്ക് സംസാരിക്കാവല്ലോ. ആ? അത് ശരിയാ. ആ. അത് ഞാൻ ഓർത്തില്ല. മണി വന്നു നിനക്കിപ്പോ ഒരു ബുദ്ധി ഇല്ലാണ്ടായി. ഇവൾക്കോ ബുദ്ധി കൂടി കൂടിയാ വരുന്നത്. ഇന്ന് നീ മുങ്ങാന്ന് വിചാരിക്കണ്ട. സകല ജോലിയും തീർത്തിട്ടെ ഇന്ന് ഞാൻ വിടും. അതല്ലെങ്കിലും ഞാൻ തീരുമാനിച്ചിട്ട് തന്നെയാ വന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ അലക്കുകൂടി ഞാൻ അടുത്ത തവണ ചെയ്യേണ്ടി വരില്ലേ? എന്തായി ദേവിയുടെ കല്യാണക്കാര്യം? ഒന്നും ആയില്ല, ആലോചന നടക്കുന്നേ ഉള്ളൂ. അവക്ക് ചെറുക്കനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. ഒന്നാമതോടെ കയ്യിരിപ്പ് ശരിയല്ല. ബുദ്ധിയും സൗന്ദര്യവും പഠിപ്പും കാശും മാത്രം ഉണ്ടായ പോരാ, മനസ്സോട് നന്നായിരിക്കണം. അത് അവക്കില്ല. ആ പറഞ്ഞത് നേരാ. നിലത്തൊന്നും അല്ല അവള്. എന്താ അവളുടെ ഒരു നെകളിപ്പ്? മതിയടി കുറ്റം പറഞ്ഞത്. അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ. ആ കാറ് കഴുകാൻ മറക്കണ്ട. നീയേ ഒരു ചായ എടുക്ക. ഫുൾ ടൈം ലാപ്പിന്റെ മുന്നിലാണല്ലോ. എന്ത് പറ്റി? ഞാൻ പിന്നെ വേറെന്ത് ചെയ്യാനാച്ചാ? അത് ശരി, കാമുകൻ ഗിഫ്റ്റും തന്നു അല്ലേ? ഏത് കാമുകൻ? ഏത് ഗിഫ്റ്റ്? ഇതേ രാഹുലേണ്ണ എനിക്ക് തന്ന മൊബൈലാ. നോണ. സത്യം. വേണമെങ്കിൽ നീ വിളിച്ച് ചോദിക്കേ. ഞാൻ വിചാരിച്ചു നീല് തന്നെയാന്ന്. എന്റെ ഫോൺ ഇങ്ങ് തന്നെ. ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒരു നീല്. നിനക്കിത് എന്തിന്റെ കേടാ? നീലിന് എന്നെ ഇഷ്ടമല്ല, എനിക്ക് നീലിനെ ഇഷ്ടമല്ല. അന്വേഷിക്കാൻ വന്ന വേദയോടും ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. പണികളൊക്കെ കഴിഞ്ഞിട്ട് നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നതാ. എന്നെ എന്തിനാ കാണുന്നത്? മറ്റുള്ളവരെ നോവിക്കുന്നതും അവരുടെ ജീവിതം തകർക്കുന്നതും നിനക്കൊരു ഹോബിയാ. പക്ഷെ അത് എന്റെ ചിലവിൽ വേണ്ടായിരുന്നു, അതും ആ പാവത്തിനോട്. നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തിനാ എന്റെ ഫോണിൽ നിന്നും നീലിന്റെ വേദയുടെയും കല്യാണം ഉടൻ നടക്കൂ എന്ന വാർത്ത ഇട്ടത്? ഞാനോ? ഞാൻ വാർത്ത ഇട്ടെന്നോ? ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ള. നീ എന്തിനാ അങ്ങനെ ചെയ്തേ? എനിക്കിഷ്ടമാണെന്ന് നീലിനോട് ചെന്ന് നുണ പറഞ്ഞു. നീലിന് എന്നെ ഇഷ്ടമാണെന്ന് നീ എന്നോട് നുണ പറഞ്ഞു. എന്താ നിന്റെ മനസ്സില്? നീ എന്തിനുള്ള പുറപ്പാടാ? ഞാൻ പോട്ടെ, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ നീ എങ്ങോട്ടും പോവില്ല. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്ത? അധികം കയറി വിളഞ്ഞോണ്ടല്ലോ ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ തെറിപ്പിക്കും. എന്നാ തെറിപ്പിക്കടി. അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. വേണ്ട വേണ്ടെന്ന് പലവട്ടം തീരുമാനിച്ചതാ. ഇനി നിന്നെ വെറുതെ വിട്ടാ നീ തലേ കയറി നിരങ്ങും. കൊല്ലാൻ നോക്കുന്നോ? അയ്യോ സ്വാതി, അല്ലെങ്കിൽ അവള് ചത്തു പോട്ടെ. ഇവളൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. കൊല്ലം ഞാൻ ഇവളെ. ഞാനാ പറയുന്നത്. എന്താ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? എന്താ ഉണ്ടായത് മോളെ? അതെ, ഇവക്കറിയാം. ഇനി എന്നോട് കളിക്കാൻ വന്നാ അമ്മമ്മ പറഞ്ഞാലും ഞാൻ വിടില്ല. കേട്ടോടി? നീ അത്രയ്ക്കായോടി? നിന്റെ ഈ അഹങ്കാരം നിർത്താൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവളുടെ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. ഇന്നിതിന് രണ്ടിലൊന്ന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യം. വാ മോളെ, നീ ചെവി നുള്ളിക്കോടി. എന്റെ മോളെ നോവിച്ച നിന്നെ ഞാൻ വെച്ച് വാഴിക്കില്ല. ദേവകയാ പറയുന്നത്. ഇതിനുള്ള തിരിച്ചടി ഞാൻ നിനക്ക് തന്നിരിക്കും. വാ മോളെ. എന്താ മോളെ, എന്താ പ്രശ്നം? ഇല്ലാത്ത കാര്യം പറഞ്ഞ് നടക്കുന്നു അമ്മമ്മ ഇവള്. അതിനിങ്ങനെയൊക്കെയാണോ വേണ്ടത്? ഇതൊന്നും പോരാ ചെയ്തത് വെച്ച് നോക്കുമ്പോ. അരവിന്ദം വന്ന ഇതിന്റെ ബാക്കി ഉണ്ടാവും. നീ നിന്റെ നില മറന്ന് പെരുമാറിയല്ലോ മോളെ. എനിക്ക് പേടിയില്ല അമ്മമ്മ. അതിനു മാത്രം വലിയ തെറ്റാ അവള് ചെയ്തത്. അമ്മ അവനല്ല ആര് വേണമെങ്കിലും വന്നോട്ടെ. എന്നാലും എന്റെ ഭാഗത്ത് അന്യായം.
എവിടെ എവിടെ അവള്? അകത്തുണ്ട്. കൊഞ്ചിച്ച് വഷളാക്കിയതിന്റെ ദോഷമാ. ഞാൻ ചെന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൾ ഇവളെ കൊന്നേനെ. കരയില്ലേ മോളെ? ദേ നോക്ക്, നിന്റെ സങ്കടം തീർക്കാനല്ലേ അച്ഛനെ വിളിച്ചു വരുത്തിയത്. ദേ, രണ്ടിലൊന്ന് ഇന്ന് തീരുമാനിക്കണം. ഒന്നെങ്കിൽ അവള്, അല്ലെങ്കിൽ ഞങ്ങള്. ഇത്രയും വലിപ്പവും പ്രതാപവും ഒന്നും ഇല്ലെങ്കിലും എനിക്കും ഉണ്ട് ഒരു വീട്. സ്വാതിയെ ഇവിടെ വെച്ച് വാഴിക്കാനാണ് തീരുമാനമെങ്കിൽ ഞാനും എന്റെ മോളും അങ്ങോട്ട് പോകും. കരയാതെ മോള് കരയാതെ. ഈ കൊച്ചേ, എന്റെ കാരുണ്യം കൊണ്ടാ നീ ഇത്രയും ആയത്. എന്നിട്ട് നിന്റെ കയ്യൊക്കെ കാണിക്കാൻ എന്റെ മോളെ തന്നെ വേണോ അല്ലേ നിനക്ക്? പാമ്പിനെ പാലൂട്ടി വളർത്തിയെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഞാൻ പോലും എന്റെ മോളെ തല്ലിയിട്ടില്ല. അവളെയാ നീ അങ്ങനെ തല്ലാത്തേന്റെയാ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നത്. തർക്കുത്തരം പറയുന്നുണ്ട്. പറയിപ്പിക്കുന്നല്ലേ? ഞാൻ ദേവ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണമുണ്ട്. അതെന്താ അമ്മാവൻ അന്വേഷിക്കാത്ത? അതൊന്നും എനിക്ക് അറിയണ്ടെന്നുള്ളത് കൊണ്ട് എനിക്ക് എന്റെ മോളാ വലുത്. അവളുടെ കണ്ണൊന്ന് കലങ്ങിയാൽ അതിന് കാരണക്കാരാരായാലും അവരെ കൊണ്ട് സമാധാനം പറയിപ്പിക്കും ഞാൻ. ഇത്രയും കാലം എല്ലാം ഞാൻ ക്ഷമിച്ചു. ഇനി അത് പറ്റില്ല, പറ്റില്ല. ഇറങ്ങണം ഈ നിമിഷം ഇവിടെ നിന്ന്. എന്താലോചിച്ചിട്ടാ സ്വാതി ഇവിടെ കയറ്റി താമസിപ്പിച്ചത്? പിന്നെ അവൾ എവിടെ പോവാനാ? അത് നമ്മളല്ല, അവളാ ചിന്തിക്കേണ്ടത്. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാനല്ലല്ലോ, രാഹുലല്ലേ താമസിച്ചോളം പറഞ്ഞേ. അവൻ അങ്ങനെ പലതും പറയും. അവൻ എന്തറിയാം? പ്രായം തികഞ്ഞൊരു പെണ്ണാ. അവൾക്ക് എന്തെങ്കിലും ഏനക്കേട് പറ്റിയാ നമ്മളാ സമാധാനം പറയേണ്ടി വരിക. നീ ഇപ്പൊ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. അവളൊരു സാധുവാ. സാധു എന്നിട്ടാണല്ലോ ദേവയെ കൊല്ലാൻ നോക്കിയത്. ദേവകേടത്തി ബുദ്ധിയുള്ളവളാ. അതാണല്ലോ സഞ്ചാരം കഴിഞ്ഞപ്പോ തന്നെ അന്ന് രാത്രി അവളെ ഇറക്കി വിട്ടത്. ഇനിയുള്ള കാലം അവൾ അവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് ഏടത്തേക്ക് തോന്നിക്കാണും. എന്റെ സേതു, നീ ഇങ്ങനൊന്നും പറയരുത്. വീട്ടുജോലി ചെയ്യാൻ നിനക്കൊരു സഹായം ആവൂലെന്ന് കരുതിയ ഞാനിതിന് സമ്മതിച്ചത്. നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇറക്കി വിട്ടേക്കാം. അത് വേണം. ഇപ്പോഴല്ല, നാളെ നേരം വെളുത്തിട്ട്. നമുക്ക് ആ ഉത്തരവാദിത്തം ഏൽക്കാൻ പറ്റില്ല. ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകുന്ന ഇനവായിരുന്നെങ്കിൽ കെട്ടിച്ചെങ്കിലും വിടാമായിരുന്നു. ഇത് അങ്ങനെ വല്ലതും ആണോ? എന്റെ സേതു, ഇറക്കി വിട്ട അവൾ എങ്ങോട്ട് പോകാനാ? അതൊന്നും നമുക്കറിയണ്ട. അനാഥകൾക്ക് താമസിക്കാൻ എത്രയോ അനാഥാലയങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ. അത് മാത്രമല്ല, ഇവിടെ നിർത്തിയ ഒടുക്കം അവള് നമ്മുടെ തലയിലാവും. രാഹുലിനെ കൊണ്ട് കെട്ടിക്കേണ്ടി വരും. അതും ആലോചിക്കാവുന്നതാണ്. അവന്റെ ഈ അവസ്ഥയിൽ സ്വാതി അവന്റെ കൂടെ ഉള്ളത് നല്ലതാണ്. എന്താ പറഞ്ഞത്? ദേ, എന്റെ വായിരിക്കുന്നത് കേക്കണ്ട. ആന പോലുള്ള അവളെ കെട്ടേണ്ട ഗതികേട് എന്റെ മോനില്ല. അല്ല, എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കുക, എന്തുദ്ദേശിച്ച നിങ്ങൾ ഈ രീതിയിൽ സംസാരിച്ചത്? എന്താ എന്താ ഒന്നും മിണ്ടാത്തത്? ഉത്തരം മുട്ടിപ്പോയോ? എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ. രാഹുലിനെ കൊണ്ട് സ്വാതിയെ കെട്ടിക്കണം പോലും. സേതു, നമ്മുടെ രാഹുലിന് ചില കുറവുകളൊക്കെ ഇല്ലേ? സ്വാതിയാകുമ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കാര്യം ശരിയാ, അവന് ചില കുറവുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചേ അവളെ പോലുള്ള എടുക്കാ ചരക്കിനെയൊന്നും എന്റെ മോന് വേണ്ട. അവന് ചേരുന്ന നല്ല കുട്ടിയെ ഞാൻ കണ്ടെത്തി കൊടുക്കും. നീ ഒന്നടങ്ങ്. നേരം വെളുത്തിട്ട് സംസാരിക്കാം. സംസാരിക്കണം. നാളെ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. അമ്മേ, സ്വാതി എവിടെ? എനിക്കെങ്ങനെ അറിയാം? ഞാൻ അവളുടെ റൂമിൽ നോക്കിട്ട് കാണുന്നില്ല. കാണുന്നില്ലേ? ആ, ഫ്രണ്ട് ഡോർ തുറന്നും കിടപ്പുണ്ട്. ആ, എങ്കി നന്നായി. അവള് പോയി കാണും. നമ്മളായിട്ട് ഇറക്കി വിടേണ്ടി വന്നില്ലല്ലോ. ഓ, അത് ശരി. അപ്പൊ ഇറക്കി വിടുകയായിരുന്നല്ലേ? കണ്ണി ചോരയുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവക്ക് തോന്നിക്കാണും ഇവിടെ നിൽക്കണ്ടെന്ന്. നമ്മുടെ സംസാരം അവള് കേട്ട് കാണും.
എങ്കിൽ നന്നായി പോയി. തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. കഷ്ടമുണ്ടമ്മേ. അമ്മയ്ക്കൊക്കെ എങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നേ? പാവം സ്വാതി, ഈ രാത്രി അവൾ നീ എവിടെ പോവും? അത് അവള് ചിന്തിക്കണമായിരുന്നു. സ്വയം ഇറങ്ങി പോയതല്ലേ, അനുഭവിക്കട്ടെ. അച്ഛാ, അച്ഛനൊന്ന് പോയി അന്വേഷിക്കച്ചാ. എവിടെയെന്ന് പറഞ്ഞു പോകാനാ? അവൾ എങ്ങോട്ടാ പോയെന്ന് ആർക്കറിയാം? നാളെ നേരം വിളിക്കട്ടെ, എന്നിട്ട് പോയി അന്വേഷിക്കാം. നേരം വിളിക്കാണ്. മോളെ